അതിനിപ്പോ എന്നെ പറ്റി ആരെന്ത് മോശം പറയാനാണ്? അയ്യോടോ, ആരൊന്നും പറയില്ലട്ടാ. അത് തന്നെയാണ് മദ്യപിച്ച വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലനോസ് പാട്ട. മൊത്തം കുഴപ്പമാണല്ലോടാ. ഹെലൻ പറഞ്ഞത് ശരിയാണ്. സൂപ്പർ ഫോട്ടോ ഒക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. സൂപ്പർ ഫോട്ടോ ആണ്. എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീഡിയക്കാരെല്ലാം നല്ല ഫോട്ടോ വെച്ചേക്കുന്നതെന്ന്. FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66-ൽ റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പിന്നീട് പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ ഈ ധന്യ ഈ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള. ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സീരിയസ് എനിക്ക് ഇപ്പോഴാണ് നീ ഈ ഒരു കാര്യം പറഞ്ഞതിനെ പറ്റി, ഈ ഒരു ഡയലോഗിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് വീട്ടിലിരി എന്നൂടെ പറയുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, വണ്ടി കയറ്റി കൊന്നുകളയും. അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ട് സെറ്റിൽ ആയിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കും. പേപ്പറിലും ടിവിയിലും കൂടി വരുമ്പോഴത്തേക്ക് ഉള്ളപാനം മാസ്കോടെ കാമ കൊണ്ടുപോകുമല്ലോ. ഹെലനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് അതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെലനോസ് പാട്ടയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ എന്നെ വലിച്ച് ചീന്തി എന്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി അല്ലേ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എന്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിന്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ എന്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. എനിക്ക് കണ്ടപ്പോഴേ തോന്നി. എന്നിട്ടാണ് നീ നന്മമരമായത്. നന്മമരം വളർന്നു കണ്ട പൂത്തുലഞ്ഞ് നല്ല പച്ചക്കളറിയാണ് നിൽക്കുന്നത്. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. എന്റെ വീട്ടുകാരൊന്നും എന്നെ അങ്ങനെയല്ല വളർത്തിയതെന്ന്. പിന്നെ ബാക്കിയുള്ളവരുടെ വീട്ടുകാരെല്ലാം വെള്ളം അടിപ്പിച്ചിട്ടാണല്ലോ പിള്ളേരെ കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. നിന്നെ കൊണ്ട് നിന്റെ കുടുംബത്തിന് നിന്റെ ഉമ്മാക്കൊക്കെ അപമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സ്വന്തം നിലമറന്ന് സംസാരിക്കല്ലേ ജാസി. കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണ്.